പെട്ടെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്, അങ്ങയെ കാണാൻ കെ സി വേണുഗോപാൽ വരുന്നു, അങ്ങയുടെ മനസ്സ് പകുതി ബി ജെ പിയോടൊപ്പമാണെന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായി വന്നത്? ഞാനാണോ സമാനം പറയേണ്ടത്? ഞാൻ നിരപരാധിയല്ല. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഗോപാലകൃഷ്ണന്റെ മനസ്സ് പകുതി മാർക്സിസ്റ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളുടെ ഭാര്യയുടെ മനസ്സ് മാർക്സിസ്റ്റാന്ന് ഞാൻ പറഞ്ഞു. വീട്ടിലിരിക്കുന്ന എൻ്റെ ഭാര്യയെ പറ്റി വരെ പറയുക. എൻ്റെ ഭാര്യയുടെ മനസ്സ് അയാൾ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഗോപാലകൃഷ്ണനാൾ മാത്രമേ അങ്ങനെ പറയുള്ളൂ കേരളത്തിൽ. അങ്ങേ വന്ന് കണ്ടു എന്നാ പറഞ്ഞേ. കെ സി വേണുഗോപാലും കണ്ടു, ഗോപാലകൃഷ്ണനും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്താ കണ്ടാൽ എന്താ കുഴപ്പം? ഇവിടെ കണ്ടാൽ എന്താ? കാണുന്ന കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? അപ്പൊ ഇ പി ജയരാജൻ സഖാവ് കണ്ടത് കുഴപ്പമാണല്ലോ. ഇ പി ജയരാജൻ കണ്ടത് കുഴപ്പമാണെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം. മറ്റു പാർട്ടിക്കാരല്ലേ? കോൺഗ്രസ് അല്ലേ? മറ്റു പാർട്ടിക്കാർ കാണരുതെന്ന് ആര് പറഞ്ഞു? പാർട്ടി പറയുന്നു. പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അത് പറയാനും പറ്റില്ല. കാരണം പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ആരെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തനം. കണ്ടതുകൊണ്ടെന്താ ഉടനെ ചാരിത്രം ഇല്ലാതാവും? കണ്ടതുകൊണ്ടെന്ന് എന്താണെന്നുള്ളത് വലിയ ചോദ്യമാണ്. എ ഡി ജി പി അജിത് കുമാർ കണ്ടതും കുഴപ്പമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ചുമ്മാ അജിത് കുമാറിന്റെ കിജിത്ത് കുമാറിന്റെ ഒന്നും കാര്യം എന്നോട് ചേർത്ത് പറയാതെ. എന്നെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ടാവും. ഇന്ന് വരെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ വരുന്നവരെ എന്നെ സ്വാധീനിക്കുന്നില്ലല്ലോ. അല്ല, വളരെ പെട്ടെന്നാണല്ലോ ഇവര് കെ സി വേണുഗോപാലൊക്കെ വരുന്നത്. പെട്ടെന്നല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതിനു മുമ്പും വരാറുണ്ട്. എന്താ വന്നാൽ എനിക്ക് അയാളുമായിട്ട് 19 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ കേരളയിൽ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കും, പുള്ളി സെനറ്റർ മെമ്പറാണ്, വിദ്യാർത്ഥി പ്രതിനിധിയാണ്, കെ എസ് യുവിൻ്റെ പ്രസിഡന്റാണ്. അയാൾ അസംബ്ലിയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ മിനിസ്റ്റർ, ഞാൻ MLA ആയിരിക്കും, പുള്ളി മിനിസ്റ്ററാണ്. പിന്നെ ഇപ്പോൾ പാർലമെന്റിലേക്ക് പോയി. ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയാണല്ലോ ഇപ്പോൾ. അതെ. അത് പിന്നെ പരിചയമില്ലാതിരിക്കാൻ എന്താ കാര്യം? അങ്ങനെയാണ് പിണറായി വിജയൻ മോഡിയെ കാണാൻ പോകുന്നുണ്ടല്ലോ. കാണാൻ പാടില്ലല്ലേ? ഞാനും പിണറായി വിജയനും കൂടി കഴിഞ്ഞ ഗവൺമെന്റിൽ മോഡിജിയെ കാണാൻ പോയല്ലോ. ഗഡ്കരിയെ കണ്ടല്ലോ. ഗഡ്കരി ഇവരൊക്കെ RSകാരല്ലേ? ഈ പൊതുജീവിതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ കാണുന്നത് ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. അങ്ങനെ 62 വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് വല്ലതും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. വന്നു, അതെന്താ വന്നുകൊണ്ട്? അയാൾ എൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞു മാറി എന്നെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളൂ. അയാൾ പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ അയാളോടാണ് ആകെ ഒരു രാഷ്ട്രീയം പറഞ്ഞത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പരസ്യമായി പറയാത്ത കാലത്തോളം കോൺഗ്രസ് ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം BJP അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏകാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. അതൊന്നും മിണ്ടിയില്ല. ഇതാണ് ആകെ കൂടി പറഞ്ഞ ഒരു രാഷ്ട്രീയം. അത് കെ സിയോട് പറഞ്ഞു. ആ കെ സിയോട് പറയണമല്ലോ. ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ അങ്ങ് പറഞ്ഞു. എന്നാൽ ഞാൻ കെ സിയെ CPM-ലേക്ക് ക്ഷണിച്ചില്ല. അയാൾ എന്നെ ഒരിക്കലും കോൺഗ്രസിലേക്ക് ക്ഷണിക്കത്തുമില്ല. അത്ര മണ്ഡലമൊന്നുമില്ല അയാൾ. പിന്നെ ഗോപാലകൃഷ്ണൻ വന്നു. അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. 1 വർഷം മുമ്പ് എന്തോ ഒരു ആവശ്യം വന്നതാണ്. ബിഫോർ 1 ഇയർ. ഈയിടെ വന്നല്ലേ പറഞ്ഞത്? ആ പത്രവാർത്ത നോക്കാം. ഈയിടെ വന്നു. അതെന്നെ അങ്ങനെ പറഞ്ഞു? അതെന്ത് ഉത്തരവ്? പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? എന്തിനാ അങ്ങനെ പറഞ്ഞു? ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ഞാനൊന്നും പ്രതികരിച്ചുള്ളത് എൻ്റെ മാന്യത. രണ്ടാമത് എൻ്റെ വൈഫുമായിട്ട് 1 മണിക്കൂർ സംസാരിച്ചത് എന്തുവാ? എൻ്റെ വൈഫ് അങ്ങനെ 1 മണിക്കൂറായിട്ട് വെളിയിൽ നിന്ന് വരുന്ന ആരോടും സംസാരിക്കാറില്ല. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ പ്രവർത്തകയായിരുന്നു. പഠിച്ച അതേ ST കോളേജിൽ ജോലി കിട്ടി. അവരുടെ അച്ഛൻ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സിൻ്റെ ഹെഡായിരുന്നു. അവരവിടെ അതേ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വർഷമേ ആയുള്ളൂ. എന്നിട്ട് വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുക. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക ജോലി. വേറെ ഒന്നിനും പോയില്ല. മുൻ മന്ത്രിയുടെ ഭാര്യയാണ്. ഇത്രയൊക്കെ യോഗ്യതയാണ്. PhD ഉണ്ട്, MPhil ഉണ്ട്, എവരിത്തിങ് ഷീ ഗോട്ട്. ഒരു സർക്കാർ ജോലിക്കും പോയില്ല. ഇടതുപക്ഷ ഗവൺമെൻറ് കീഴിലായാലും. ആരെല്ലാം പോയി? ഞങ്ങൾ പോയില്ല. അങ്ങനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലരും വരുന്നു. വർഷം വന്നു പോയി. അദ്ദേഹം ഒരു പുസ്തകം തരാമെന്നതാണ്. അതായത് അവരെന്തോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലത്ത്. അവിടെ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ എല്ലാ ജില്ലകളിലെയും അവർക്കൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട അവർ പ്രമുഖരെന്ന് പറയുകയാണ്. ആ പ്രമുഖരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തി എനിക്ക് ആ പുസ്തകം തരാമെന്നതാണ്. ആ പുസ്തകം വായിച്ചു. ഞാൻ വായിക്കുകയും ചെയ്തു. ഞാനത് എൻ്റെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. അയാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പോൾ ഇത് വന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് കയറി എടുത്ത് ചാടിയത്
അവർക്ക് ഇനി ഞാൻ ഏതെങ്കിലും ബി ജെ പിക്കാരനെ എൻ്റെ പഠിക്കാത്ത കയറ്റുമോ? ഞാൻ കയറ്റത്തില്ല. ഒരു എൻ്റെ അയലത്തെല്ലാം ബി ജെ പിക്കാരുണ്ട്. എൻ്റെ വാർഡ് താമസിക്കുന്ന വാർഡിലെ മെമ്പർ ബി ജെ പി സ്ത്രീയാണ്. അവിടെ 50 വോട്ടിന് അവർ ജയിച്ചു ഭൂരിപക്ഷം. പഞ്ചായത്ത് ഞങ്ങൾക്കാണ് 17-13 ഞങ്ങളാണ്. ഇനി ഞാൻ കയറ്റുമോ? അതുകൊണ്ട് ഞാൻ കയറ്റത്തില്ലെന്നല്ല, എല്ലാവർക്കും വരാം. അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞ അങ്ങനെയാണ്, ആർക്കും ആരെയും വന്ന് കാണാമല്ലോ. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, തെറ്റായിട്ടുള്ള ഒത്തിരി സങ്കല്പങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സുനിലിനെ ഓർമ്മിപ്പിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് സഖാവ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി, ഒരുമിച്ച് കണ്ട്. എന്തിനായിരുന്നു? ഹിറ്റ്ലർ ഈ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അല്ലേ? അതുപോലൊരു കൊലയാളി ഉണ്ടായിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് എത്ര ലക്ഷം ആളെയാണ് കൊന്നത്, എസ്പെഷ്യലി ജ്യൂസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും. സ്റ്റാലിൻ അനാക്രമണം ഉടനോ, തമ്മിൽ യുദ്ധം വേണ്ട, ചരിത്രത്തിൽ കിടക്കുകയല്ലേ. അതെന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ഹിറ്റ്ലറുടെ സൈന്യം ഇപ്പോഴത്തെ യുക്രൈൻ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ്, USSRൻ്റെ ഭാഗമാണ്. 16 റിപ്പബ്ലിക്കുകളും അതിൽ 100 സ്റ്റേറ്റുകളുമുള്ള ലോകത്തിൻ്റെ 6 കഷണത്തിൽ ഒന്നെടുത്താൽ റഷ്യ മാത്രമായിരുന്നു, സോവിയറ്റ് യൂണിയൻ. ആ യുക്രൈൻ വഴി വേണം വരാൻ, റഷ്യയെ ആക്രമിക്കാൻ. ഈ ജർമ്മൻകാർ അതിലെയാണ് 1ാം ലോക മഹായുദ്ധകാലത്ത് വന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് ഹാൾട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ചെയ്തു. അപ്പോൾ അവർക്ക് അവിടെ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനാണ്. ഇവർ ആക്രമിക്കുമെന്നല്ല, പിന്നെ ആക്രമിച്ചല്ലോ. ആക്രമിച്ച് മോസ്കോയുടെ അടുത്ത് വരെ വന്നു. അവസാനം മൊത്തം തിരിച്ചോടിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ്റെ മുകളിൽ ചെങ്കൊടിയാണ് ഉയർത്തിയത്. അതിനാണ് അടവ് നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റാലിനുമായിട്ട് അദ്ദേഹം കണ്ടതൊരു തെറ്റായി. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളിൽ അങ്ങനെ ശത്രുതാപരമായ രാഷ്ട്രീയമുള്ളവരും കാണാറുണ്ട്. ഓരോ ആവശ്യമായിരിക്കും. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിശാല ബോധമുണ്ടെങ്കിലേ മനസ്സിലാവൂ. അല്ലാതെ ഇന്നത്തെ ഈ ഓപ്പൺ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജിയോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പ്രതിബദ്ധതയുണ്ടെന്ന് ഈ നാട്ടിലെ ജനത്തിന് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതല്ല പകലൊന്ന് പറയുകയും രാത്രി വേറൊന്ന് കാണിക്കുകയും ചെയ്യുന്ന കുറച്ചാളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ എന്നെ ആരും പെടുത്തിയിട്ടില്ല, ശത്രുക്കൾ പോലും പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കണ്ട.